ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മേപ്പാടി വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ അച്ഛനില്ലായിരുന്നു, ഞാനും അമ്മയും ചിക്കും കണ്ണനുമാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്കിന്നൊരു 56ൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടേക്ക് വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ. അച്ഛനില്ലാത്തതുകൊണ്ട് ആ സ്ഥാനം ഞാൻ കൈയടക്കിയിട്ട് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല തെളിഞ്ഞൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് നല്ല മഴയും കാര്യങ്ങളൊക്കെ കാരണം തലേ ദിവസം വരെ ഭയങ്കര ഒരു മൂടി കെട്ടിയൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു നിന്നേ. പക്ഷേങ്കിൽ നേരെ തിരിച്ചായിരുന്നു, നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് കുറച്ച് പെട്രോളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. വഴിയിലേറ്റം നിന്ന് പോകരുതല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 9 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടീമാണ്. അതുപോലെ തന്നെ കേട്ടോ, അമ്മ പറഞ്ഞത് 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 9:30 9:45 ആയപ്പോഴാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, അങ്ങനെ വർത്താനമല്ല, അമ്മ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ അങ്ങനെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വഴിയരികിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കുറേ കോപ്രായങ്ങളൊക്കെ വേണമല്ലോ, വീഡിയോ എടുക്കുക എന്നുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പോകുകയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴിയൊന്നും കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ തപ്പിപ്പിടിച്ച് പോവുക. വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഈ അടുത്താണ് നമ്മൾ ഈ മേപ്പാടിയിലോട്ട് താമസം മാറിയത് കേട്ടോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വട്ടമാണ് ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് താമസം മാറിയത്. അപ്പോൾ അതുകൊണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി വഴിയൊന്നും അറിയില്ലായിരുന്നു. എന്നാലും നമ്മൾ ഏകദേശം സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പിന്നെ പോകുന്ന വഴി തന്നെ നമുക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വേഗം പോയിട്ടോ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ കാറിൽ നിന്ന് ഇറങ്ങാനുള്ള ശ്രമമാണ് കേട്ടോ. കുറേ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സെറ്റ് സാരി ഉടുത്തിരിക്കുന്നതാണ് കേട്ടോ ചെറിയമ്മ. അപ്പോൾ ചെറിയമ്മ പിന്നെ ചിക്കുനെ കണ്ടപ്പോൾ ചിക്കുനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ചെറിയമ്മേൻ്റെ അമ്മയാണ് പച്ച സാരി ഉടുത്തിട്ടുള്ളത്. പിന്നെ ഫുൾ എന്താ പറയുക, നമ്മൾ ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ എല്ലാ പരിപാടിയും, നമ്മുടെ 56 ചടങ്ങിനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം നമ്മൾ ചായ കുടിച്ചു. പിന്നെ ഞാൻ എല്ലാം സ്പീഡിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, കാരണം നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ. കാരണം കുറേ നേരം നിർത്തി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ സ്പീഡിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കതൊരു ബോറടി വേണ്ടല്ലോ, ഒരു ലാഗടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ലാഗടിക്കുന്നുണ്ട് എന്ന് അമ്മ പറയുന്നുണ്ട്, അമ്മ മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിനി ഒരു ബോറടി വേണ്ടല്ലോ എന്ന്. അപ്പം അങ്ങനെ ചെറിയമ്മയും ചെറിയച്ഛനും കൂടി ഇരിക്കുന്നുണ്ട്, മോനെ മടിയിലിരുത്തുന്നുണ്ട് കേട്ടോ, ആൺകുട്ടിയാണേ. അപ്പം അങ്ങനെ എല്ലാം അതിന് വേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഒരു വട്ടം 28-ന് എന്താ പറയുക, നമ്മൾ ചരട് കെട്ടുമല്ലോ, അങ്ങനെ ചരട് കെട്ടിയതാണ്. പിന്നെ രണ്ടാം വട്ടം 56 ചടങ്ങായിട്ട് എല്ലാവരെയും വിളിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒന്നും കൂടെ കെട്ടുക എന്ന് മാത്രം. മോൻ ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ, പിന്നെ ചെറിയച്ഛന് മോനെ ശരിക്കും എടുക്കാനൊരു വശമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് ചെറിയമ്മ എടുത്തു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും മുണ്ടൊക്കെ ഞങ്ങളുടെ ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെറുതെ ഒന്ന് എന്താ പറയുക, ഒന്ന് മുണ്ട് ഉടുത്തിട്ടുണ്ട് എന്നുള്ള പേരിലൊന്ന് വെക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേഗം ചരടൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അരഞ്ഞാണവും കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോൻ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു ചടങ്ങാണല്ലോ, എല്ലാവരും പാലൊക്കെ നാവിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ചടങ്ങിനോട് വലിയ പൂർണ്ണമായ സമ്മതമൊന്നും എന്താ പറയുക യോജിക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം സാധാരണ 28ആണല്ലോ കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും പാൽ വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മുലപ്പാൽ മാത്രം കിട്ടേണ്ട ഒരു സമയത്ത് ഇത് കൊടുക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. എൻ്റെ യോജിപ്പുകാർ നോക്കാൻ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും, പിന്നെ ഒന്നാമത് എല്ലാവരുടെയും ബഹളവും ആ ഒരു തിക്കും തിരക്കും ആയതുകൊണ്ട് മോൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അതിൻ്റെ ഇടയിൽ കൂടെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും എന്താ പറയുക, അതിൻ്റെ ഇടയിൽ കൂടെ പാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരും അതൊക്കെ ആ ഒരു ഒറ്റ കരച്ചിലും എല്ലാം തീരുമല്ലോ എന്നുള്ളതിൽ എല്ലാവരും വേഗം വേഗം പോയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം സ്പീഡാക്കി എഡിറ്റ് ചെയ്തിട്ട്
ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയും പോയിട്ട് മോതിരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ചിക്കുവിൻ്റെ 28 അപ്പം നമുക്ക് ചെറിയമ്മ ചിക്കുവിൻ്റെ 28 ഇവിടെ എല്ലാത്തിനും ഓടി നടന്നെല്ലാം ചെയ്ത ഒരാളായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയമ്മ ഇവിടുന്ന് പോയി കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ചെറിയമ്മയും പ്രഗ്നൻ്റാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം പിന്നെ നമ്മൾ കണ്ടില്ല, പിന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ചെറിയമ്മേനെ കണ്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പേര് വിളിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പേര് വിളിച്ചു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ചെവിയിൽ അച്ചച്ചൻ്റെ പേരാണ് വിളിക്കുക. അപ്പോൾ ചെറിയച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് വിളിച്ചത്. ശരിക്കും പേര് നീരവ് എന്നാട്ടോ. റിച്ചൂട്ടൻ നമ്മൾ വീട്ടിൽ വിളിക്കും. അപ്പം അങ്ങനെ കരച്ചിൽ മാറ്റൽ എന്ന് പറഞ്ഞാൽ പാൽ കൊടുത്തിട്ടാണ് പിന്നെ മാറിയത്. ഇപ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കരച്ചിലൊക്കെ മാറ്റി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ ആൾ വേറെ ഉടുപ്പൊക്കെ ഇട്ട് എണീച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേഗം ഫുഡ് അടിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നവരൊക്കെ പോയിക്കോട്ടെ, ആ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം കഴിക്കാമല്ലോ എന്നുള്ളതിൽ നമ്മൾ വേഗം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും കണ്ണനും ഞാനും വല്യമ്മയും കൂടെയാണ് കേട്ടോ ഫുഡ് കഴിക്കായിരുന്നത്. അപ്പോൾ ബിരിയാണി ആയിരുന്നു. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എന്താ ഫുഡ് ചോദിച്ചപ്പോൾ എന്നോട് സദ്യ എന്ന് പറഞ്ഞ് പറ്റിച്ച ആളാണ് കേട്ടോ ചെറിയമ്മ. പിന്നെ ബിരിയാണി കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ എല്ലാവരും വന്ന് പോയലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു 4 മണി 3:45 ആയപ്പോഴാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ വല്യമ്മയും അമ്മമ്മയും നമ്മുടെ കൂടെ തന്നെ വന്നു. കാരണം അവർ മേപ്പാടി അവരെ ഇറക്കി വിട്ടിട്ട് നമുക്ക് പോകാമെന്നുള്ള ആ ഒരു മൈൻഡിൽ നമ്മൾ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മോൻ്റെ ബർത്ത്ഡേക്ക് വിളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അതും ഇനി സമയം വൈകും. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇത് പിന്നെ എൻ്റെ ഒരു കസിനാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ലാസ്റ്റ് വന്നപ്പം നമ്മൾ ഒരുമിച്ച് പോകാമെന്നുള്ളതിൽ അങ്ങനെ അവളും കുട്ടീനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഓരോരുത്തരോട് ഇങ്ങനെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. യാത്ര പറച്ചിൽ പിന്നെ എപ്പോഴും തീരില്ലല്ലോ. ഓരോരുത്തരോട് ഇങ്ങനെ യാത്ര പറഞ്ഞല്ലേ പോവുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മ അവിടെ നിന്ന് ഒരു ചെടിയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ.